ഇന്ന് നമുക്കൊരു കൊണ്ടാട്ട മുളകിൻ്റെ റെസിപ്പി നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുളക് ഇട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പം മുളകെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. നമുക്കിനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കൊണ്ടാട്ട മുളകിന് എരിയായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്കിനിയും വേണ്ടത് പിഴിപുളി പിഴിഞ്ഞതാണ്. ഞാൻ ഇവിടെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കുകയാണ്. പുളി ഇതിൽ മുന്നിട്ട് നിൽക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. മുളകിൻ്റെ ഉപ്പ് ഇതിൽ ഉള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. മുളകിൻ്റെ ഉപ്പ് ഇതിൽ ഇറങ്ങിക്കോളും. നന്നായി ഇളക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് ഒരുവിധം നല്ലൊരു കറുത്ത കളറാകുമ്പം വേണം നമുക്ക് മുളകിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. നന്നായി വറ്റിച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നല്ലപോലെ കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഈ ഒരു കൊണ്ടാട്ട മുളക് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അതിൻ്റെ ഉപ്പും പുളിയും മധുരവും എല്ലാം ഒരുപോലെ ചേർന്ന് വരുന്ന ഒരു കൊണ്ടാട്ട മുളക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.